സി പി ആണെങ്കിൽ മിണ്ടിയിട്ട് പോലുമില്ല ഈ കാര്യത്തിൽ ഇതുവരെ. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സി പി ഐക്കില്ല, ഇടതുപക്ഷത്ത് സി പി എമ്മിന് മാത്രം, കേരളത്തിൽ സി പി എമ്മിന് മാത്രം മതവികാരം വ്രണപ്പെടുന്ന ഒരു വലിയ പ്രശ്നമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. താത്വികമായി വ്യക്തമായി അവർ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ വി ശിവൻകുട്ടി മന്ത്രി എന്ന് പറഞ്ഞു, അതിനകത്ത് കുറച്ചുകൂടി വ്യക്തമായി മതവികാരം വ്രണപ്പെടുത്തുന്ന ഇത്തരം പാട്ടുകൾ പാടാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ എൽ ഡി എഫ് കൺവീനർ അപകടം മനസ്സിലായിട്ടെന്തോ ഇന്ന് മാറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് പാർട്ടി അങ്ങനെ നിലപാടെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും വിനാശകാലെ വിപരീത ബുദ്ധി എന്നുള്ളത് ഒരു തവണ കൂടി ഇവിടെ സത്യമായി മാറുകയാണ്. ഇടതുപക്ഷം, സർക്കാർ, അതിനെ സി പി എം എന്ന് വിളിക്കരുത്, സർക്കാർ ഇതിനകത്ത് ഒരു 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 പ്രത്യേക വാശിയോടുകൂടി ഇത് ഞങ്ങൾ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞ് കേസെടുക്കുകയാണ്. കേസെടുക്കുക മാത്രമല്ല, ഇപ്പോൾ ചെയ്തിരിക്കുന്നത് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ ലിങ്കുകൾ നീക്കം ചെയ്യാൻ തീരുമാനിക്കുന്നു, മെറ്റയ്ക്ക് കത്തയക്കുന്നു. ആഹാ, എന്തൊരു സ്പീഡ്! ഈ സ്പീഡ് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സംസ്ഥാനത്ത് ഈ മതവികാരം വ്രണപ്പെടുത്തുന്ന ആദ്യത്തെ സംഭവമാണോ ഇത് എന്നെന്തായാലും ഞാൻ ചോദിക്കുന്നില്ല, അല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നോക്കൂ, 2015-16 മുതൽ 2020 കഴിഞ്ഞ 10 വർഷമായി വെള്ളാപ്പള്ളി നടേശൻ എന്ത് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ എന്ത് പണിയാണ് എടുത്തത്? ഇന്ന് മലപ്പുറം എന്ന ജില്ലയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നടത്തുകയാണ്. മുസ്ലിം ലീഗ് വലിയ കുഴപ്പമാണ്, മുസ്ലിം എന്നത് മാറ്റി മുസ്ലിം ലീഗ് എന്നാക്കുകയും പക്ഷേ പറഞ്ഞതെല്ലാം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തതാണ്. നമ്മുടെയൊക്കെ ഓർമ്മയിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയെങ്കിലും ഓർമ്മയിൽ കഴിഞ്ഞ 4-5 വർഷത്തെ ആ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണങ്ങൾ മുഴുവനുണ്ടല്ലോ.